ഇതാണ് ഏട്ടന്റെ മുറി. ഇന്ന് മുതൽ നാത്തൂന്റെ ഭാഗ്യ എന്റെ ആങ്ങളെ പോലെ ഒരാളെ കിട്ടിയത്. എത്ര പെണ്ണുങ്ങൾ അവന്റെ പുറകെ നടന്നതെന്ന് അറിയാവോ? അതെന്തിനാ? അല്ല, അവൻ സ്പീഡില് മുമ്പേ നടന്ന പെൺപിള്ളേർക്ക് പുറകെ നടക്കാനല്ലേ പറ്റൂ. ഓ അങ്ങനെ. നാത്തൂനെ ഒരുപാട് ഭാരം ചുമക്കുന്ന ആളാ എന്റെ ആങ്ങള. അതെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നാത്തൂനേന്നൊരു വിളി അങ്ങ് നീട്ടി വിളിച്ചാ മതി. ഞാനും എന്റെ കെട്ടിയനും ദാ ആ വാതിലിന്റെ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കി നിക്കണ്ട. അല്ല, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്ന് ശല്യം ചെയ്യാലോ. എങ്ങനെ? അല്ലല്ല, സഹായിക്കാലോ. ഒരു സഹായം വേണ്ട, ഒന്ന് പോയി തന്നാ മതി. മനസ്സിലായി, ധൃതിയായല്ലേ. ഞാൻ അവനെ വിളിക്കാട്ടോ. കുഞ്ഞേട്ടാ. അല്ല, ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചരിത്രം ഫിസിക്സൊക്കെ പിന്നെ പറയാ. നീ ഒന്ന് പോയേ, ചോട്ട് കൂട്ടിങ്ങ. അയ്യോ എന്റെ അമ്മേ, അയ്യോ. അല്ല, എന്താ ഇവിടെ? എന്താ? അല്ല, എവിടെ തുടങ്ങണം എവിടെ പിടിച്ച് കയറണം എന്നറിയില്ല. എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാ ഈ യാതിരാത്രി. അല്ല, മുല്ലപ്പൂമാലയില് കുറച്ച് ഉറുമ്പുണ്ടായിരുന്നേ, അതിനെ കളയാൻ വേണ്ടിട്ട് ഉറുമ്പൊടി ഇട്ടിരുന്നു. ഇപ്പൊ വലിച്ചപ്പോ പെട്ടെന്ന് അണ്ണാക്കി കയറിയില്ല. ഓ, ഇതിലും ഭേദം ഉറുമ്പായിരുന്നു. എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ആദ്യ രാത്രി എന്നെ ആർത്തി കാണിക്കാനൊന്നും വിചാരിക്കരുത്. നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് ചെന്നോളാന്ന് ഒരു നേർച്ച നേർന്നുണ്ടായിരുന്നു. നാളെ വൃശ്ചികം 1 നേരം വെളുക്കുമ്പോ അതിൽ വ്രതം എടുത്ത് തുടങ്ങും. അതാണ് നീ ഇങ്ങോട്ട് വന്ന കാര്യങ്ങൾ. എന്താ ഇത്? വിടൂന്നേ, ഞാൻ പാലെടുത്തില്ല. പാലൊക്കെ നാളെ എടുക്കാം, തൈരായിട്ട് ചോറിന്റെ കൂടെ കഴിക്കാലോ. ഇങ്ങോട്ട് പാന്നേ. ഒന്ന് വിടും കുഞ്ഞേട്ടാ. ഓ ശല്യം. ഇതാരാ ഈ സമയത്ത് ചവിട്ടിക്കുട്ടി കൊട്ടലാക്കണം? അളിയനെന്താ ഈ നേരത്തെ? പാലെടുക്കാൻ മറന്നു എന്നൊക്കെ ഇവിടെ പറയണ കേട്ടേ, അതുകൊണ്ടാ. അല്ലളിയ, ഞങ്ങള് വാതിലടിച്ചിട്ട് പറഞ്ഞത് അളിയനെങ്ങനെ കേട്ടു? കേട്ടില്ല, കോട്ടയത്തൊരു മൂത്ത പുള്ളച്ചൻ. എടാ, സംസാരിക്കുമ്പോ പതിയെ സംസാരിക്കണം. ആ ജനലിന്റെ അടുത്ത് ഒരു മേശ വലിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റൂൾ ഇട്ട് അതിന്റെ മുകളിൽ 2 ഇഷ്ടിയിട്ട് കയറി നിന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നീ പറയുന്നത് മുഴുവൻ കേക്കാം. അളിയനൊന്ന് പോയേ. ഈ നേരത്തെ അളിയനെങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിടത്തേക്ക് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചേരില്ലായിരുന്നു. ഞാനൊന്ന് പറയട്ടടാ, നാട്ടുകാര് പറയുക നിന്റെ പെണ്ണിന് നിന്നെക്കാള് പൊക്കം കൂടുതലാണെന്ന്, വണ്ണം കൂടുതലാണെന്ന്. ഓ, അതൊന്നും സാരില്ല അളിയ. മൊബൈൽ എത്ര വലുതായാലും അതിലിടുന്ന സിം കാർഡ് ഇത്രയല്ലേ ഉള്ളൂ. അളിയനോട് പോയ ഇല വന്ന് വീണാലും മുള്ളു വന്ന് വീണാലും പൊന്നു നീ സൂക്ഷിക്കണം, രാത്രിയിൽ ഇവനെ നീ സൂക്ഷിക്കണം. ഗുഡ് നൈറ്റ്. എന്റെ വീട്ടിലുള്ളവന്മാര് മുഴുവൻ വൃത്തിട്ടന്മാരാ, ഞാൻ ഒഴിച്ച്. കുഞ്ഞേട്ടന്റെ വീട് ഉഗ്രനാ കേട്ടോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ഇനി മുതല് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പൊന്നു തന്നെ നോക്കണം. തറവാടിന്റെ താക്കോല്. സന്തോഷായില്ലേ? എന്നാ പിന്നെ ഇനി സമയം കളയണ്ട പൊന്നോ. കുഞ്ഞേട്ടാ. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഓ, ഇത് വലിയ ശല്യായല്ലോ. ദാ പറഞ്ഞു. എന്താ അമ്മേ? എന്താ ആമയെന്നോ? എടാ, കല്യാണം കഴിഞ്ഞിട്ട് മണിക്കൂറായില്ല, അതിനു മുമ്പ് ഈ അമ്മ ആമയായല്ലോടാ. ആമയല്ല അമ്മേ. മനസ്സിലായടാ. എടാ കുഞ്ഞാ, ഇവിടെ ഇപ്പൊ ഒരു പെണ്ണും കൂടെ വന്ന്. എവിടെ? എടാ, എവിടെ തന്നെ. പിന്നെ നീ ഇവളെ പൊന്നുപോലെ നോക്കണം. എന്ന് വെച്ച് മുത്തൂറ്റി വാങ്ങിക്കൊണ്ടേ പണയൊന്നും വെച്ചേക്കരുത്. ഇനി ഒരു കാര്യം
കൂടി. ഇന്ന് മുതൽ ഇവിടെ വിറക് വേണ്ട. നാളെ തന്നെ ഗ്യാസ് എടുക്കണം കേട്ടോ. കേട്ടോടി, നിന്റെ ഭാഗ്യ എന്റെ അമ്മായി അമ്മയെ കിട്ടിയത്. നീ തീ ഊതി കഷ്ടപ്പെടാതിരിക്കാനാ നാളെ തന്നെ ഗ്യാസ് എടുക്കണമെന്ന് അമ്മ പറഞ്ഞത് അല്ലേ അമ്മേ? പിന്നെ ഇവള് വീടിന്റെ വിളക്കല്ലേ, എവള് നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. എടാ കുഞ്ഞാ, നിനക്ക് ചൂടുവെള്ളം വേണ്ടല്ലോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്നാ എന്റെ മോക്കെടുക്കട്ടെ. വേണ്ടമ്മേ. ചായ കാപ്പി അങ്ങനെ വല്ലതും? അയ്യോ ഒന്നും വേണ്ടമ്മേ. എന്നാ പിന്നെ എന്റെ മോക്ക് ഹോർലിക്സ് എടുക്കട്ടെ. ആ എന്നാ പിന്നെ ഒരു ഗ്ലാസ് ഹോർലിക്സ് ആയിക്കോട്ടെ. ഹോർലിക്സ് കൂച്ചു. തമ്പുരാട്ടി ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അതിനു മുമ്പേ ഹോർലിക്സ്. നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്ന ഇവിടെ ഹോർലിക്സ് അല്ല പിന്നെ. എന്റെ പൊന്നമ്മേ, അമ്മയുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അതെന്താടാ അവിടെ കയ്യില്? ഈ തറവാടിന്റെ താക്കോല അമ്മേ. ഇനി ഇവള് വേണ്ട എല്ലാം നോക്കാൻ. അമ്മേ 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 അമ്മേ, ദൈവമേ, ഇവിടെ കിടന്നെങ്ങാനും ചത്തോ? എന്റെ ആദ്യ രാത്രി അപസ്മാരാണെന്നാ തോന്നുന്നത്. താക്കോലില്ലമ്മേ. പേടിക്കണ്ടടാ, ഇത് അവസ്മാരം ഒന്നും അല്ല. ഈ താക്കോല് തിരികെ കിട്ടാൻ ഞാനൊരു നമ്പർ ഇറക്കിയതാ. എന്റെ അധികാരം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലടാ മോനെ. നീ പോയി പണി നോക്ക്. അല്ല ഓ, കാഞ്ഞ ബുദ്ധി ഈ തള്ളക്ക്. അതിലും കാഞ്ഞ ബുദ്ധിയാ എനിക്ക്. ഞാൻ കൊടുത്തതേ തറവാടിന്റെ താക്കോലല്ല, എന്റെ വേണ്ടാത്ത ട്രങ്ക് പറ്റിയുടെ താക്കോല. മിടുക്കി, മുള്ളുഞ്ഞാൽ. അയ്യേ, നുള്ളുഞ്ഞാൽ 30ന്റെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമാവുന്നുള്ളൂ. അമ്മ ആളൊരു പാവ. ഇനി ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത് എക്സസൈസ് പിടിക്കത്തില്ലേ? ചാരായം മാറ്റുന്ന കാര്യമല്ല പറഞ്ഞത്, അമ്മയെ മാറ്റി എടുക്കണമെന്ന്. അയ്യോ, അമ്മയൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഈശ്വര, എന്നെ അങ്ങോട്ട് കുളിച്ച് നമുക്ക് അതും ഇതും പറഞ്ഞ് സംസാരിക്കാതെ മധുവിനെ കുറിച്ച് സംസാരിക്കാം. പൊന്നോ കുഞ്ഞേട്ടാ, സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഓ എന്റെ ഈശ്വര, എന്താണോ? ഞാൻ ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് സാർ, ഏത് കോളേജിൽ നിന്നാ? അയ്യോ, ക്ലാസ് അല്ല, ഗ്ലാസ്. ഞാൻ പന്തല് കെട്ടുകാരനാ. ഈ മുറിലൊരു ഗ്ലാസ് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. ഓ, നിനക്കൊക്കെ കണ്ണി ചോരടാ മരപ്പട്ടി. ഈ നേരത്തെ നവദമ്പളന്മാരുടെ റൂമിൽ കയറി വരെ. അല്ല, നമ്മള് തമ്മിലുള്ള സോഷ്യൽ മെന്റാലിറ്റി അനുസരിച്ച്. എന്തോന്ന്? അല്ല, സോഷ്യലിസം നടത്താണെങ്കിൽ കാറൽ മാർക്സിന്റെ മുറിയാണോടാ? ആണോടാ? പട്ടി, അമ്മേ, പൊന്നു പേടിക്കണ്ട കേട്ടോ, ഇതെന്റെ ദേഷ്യപ്പെടുന്ന ഒരു സ്റ്റൈലാ. എന്താടാ? ഗുഡ് നൈറ്റ്. അവന്റെ അമ്മൂമ്മയുടെ ഗുഡ് നൈറ്റ് ചവിട്ടി ഓരോരുത്തമാര് വന്നോളും മൂട് കളയാൻ. പോട്ടെ കുഞ്ഞേട്ടാ, ചൂടാകുമ്പോ ചേട്ടനെ കാണാൻ നല്ല രസമാ. ഏതോ തമിഴ്നാടിന്റെ ചായ ഉണ്ട്. ഓ എന്റെ പൊന്നു, നീ ഒന്ന് പതുക്കെ പറ, അല്ലെങ്കിൽ തന്നെ എനിക്കേതോ തമിഴിന്റെ ചായ ഉണ്ടെന്നും പറഞ്ഞ് അച്ഛൻ അമ്മയോട് എപ്പോഴും വടക്കിടാറുള്ളതാ. എന്ത് നല്ല മണം. എന്താ അടിച്ചത്? ഒരു സെന്റാ. ഓ, ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ ഒരേക്കറിന് എന്ത് നല്ല മണമായിരിക്കും. അതെ, നമുക്ക് ഈ ഹണിമൂൺ ഊട്ടിയിലാക്കിയാലോ? ഊട്ടിന്ന് പറഞ്ഞോ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടിന്ന് പറഞ്ഞാ തണുപ്പുണ്ടാവില്ല, കാശ് മുടക്കി അവിടെ പോയാലേ തണുപ്പുണ്ടാവൂ. ഈ കുഞ്ഞേട്ടന്റെ ഒരു തമാശ. ഈ ആദ്യ രാത്രി ഞാൻ അവസാനത്തെ രാത്രിയാക്കോ പൊന്നു? സോറി കുഞ്ഞേട്ടാ. സമയം പോണു, നമ്മുടെ ആദ്യ രാത്രി. പൊന്നു കുഞ്ഞേട്ടാ, സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. എടാ, നീ വാതിൽ അടച്ചിട്ടിട്ട് തമാശിക്കടാ. എടാ, മിന്നാമിനിങ് പോലും ക്യാമറ ഫോണുമായിട്ട് നടക്കുന്ന കാലമായത്. ഒരു തമാശക്കാരനും കാലത്തി മണ്ണേക്ക്. ഓ ശരി, ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നേക്കാ തള്ള. ഇനി ദൈവം തമ്പരം വന്നാലും വാതിൽ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അത് നിനക്ക് താങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. എന്താ കാര്യം? എന്തായാലും അത് താങ്ങാനുള്ളൊരു ചങ്കൂറ്റം നിനക്ക് ഉണ്ടാവണം. പണ്ടാരാണ് കാര്യം, ഒന്ന് പറഞ്ഞു തുടങ്ങണോ? ഈ മണിയറ ഒരുക്കിയത് ഞാനാ. അതിനെ ഇതിൽ ഏതോ ഒരു റിബണിൽ സ്റ്റാപ്ലർ അടിക്കാൻ ഞാൻ മറന്നുപോയി. അടിക്കട്ടെ? വേണ്ടട തണ്ടി, ഞാൻ അടിക്കടാ. പോടാ ഈശ്വര, സമയം പോടും. നമ്മുടെ ആദിരാത്രിയുടെ കാര്യമൊക്കെ മറന്നു പോലെ കേട്ടോ. തുടങ്ങാനേ പൊന്നു കുഞ്ഞേട്ടാ. വാ. അയ്യോ, ഇല്ല ആയിട്ടില്ല. നീ
കുളിച്ചട കുഞ്ഞ. അയ്യോ കുളിക്കേണ്ട കാര്യം ഒന്നും ഇവിടെ നടന്നിട്ടില്ല. എന്നാ വിളിയടാ. വിളിയട കുഞ്ഞ. എന്നാലും എന്റെ സ്വാമിയേ, ഇതൊരുമാതിരി നമുക്കിട്ട് ശരണമയ്യ